സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക് 360 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണവില 1,18,960 രൂപയായി. ഗ്രാമിന് 14,870 രൂപയാണ് വില. വിപണി വില 1,18,960 രൂപയാണെങ്കിലും 3% GSTയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും ഉയരും. യുദ്ധത്തിന് പിന്നാലെ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളായി വില കൂടുകയായിരുന്നു. ഇന്നലെ 2 തവണയാണ് സ്വർണ്ണവില മാറിയത്. മാർച്ച് 9 വരെ സ്വർണ്ണവില തുടർച്ചയായി താഴുകയായിരുന്നു. 8-ന് 1,20,000 രൂപയായിരുന്നെങ്കിൽ 9-ാം തീയതി 1,18,560 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് മാർച്ച് 10-ന് വില 1,19,080 രൂപയായി കൂടി. മാർച്ച് 11 പവന് 1,19,760 രൂപയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉച്ചയോടെ വിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചു. വില 1,19,320 രൂപയായി. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാരും ആഭരണപ്രേമികളും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതാണ് വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം. ഡോളറിന്റെ കുതിപ്പും ഇന്ത്യൻ രൂപയുടെ ഇടിവും നിക്ഷേപകരുടെ തീരുമാനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സ്വർണ്ണവിലയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുക സാധ്യമല്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. നിലവിലുള്ള വിലയില് സ്വർണം ബുക്ക് ചെയ്യാൻ സാധിക്കും. സ്വർണ്ണവിലയുടെ 10% മുതൽ അഡ്വാൻസ് നൽകി സ്വർണം ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വർണ്ണവില കൂടിയാലും ബുക്ക് ചെയ്ത വിലയിലും, വില കുറഞ്ഞാല് കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ ഇതിലൂടെ സാധിക്കും.